UDF നേരത്തെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ കരുളായിലും അമരമ്പലത്തിലും ആ തരത്തിലുള്ള ഒരു പ്രതീക്ഷ UDF ഭാഗത്തുണ്ടായിട്ടില്ല. ആര്യടൻ ഷൗക്കത്ത് പറയുന്നുണ്ട് എല്ലാ മണ്ഡലങ്ങളിലും ഭൂരിപക്ഷം ഉണ്ടാകും എങ്കിൽ പോലും ഈ നേരത്തെ രഞ്ജിത്ത് പറഞ്ഞ 1000-ന് മുകളിൽ ഒരു 1400 1500 ലീഡ് ഉണ്ടായിരുന്ന സ്ഥലമാണ് അമരമ്പലവും കരുളായും. അത് ആ നിലയിലേക്ക് തുടരാൻ കഴിയുമോ? അതിൽ വ്യത്യാസം വന്നാലും ഷൗക്കത്തിന്റെ ലീഡ് കൂടും. 10718 ആര്യടൻ ഷൗക്കത്തിന്റെ ഭൂരിപക്ഷം എത്തുന്നു. 10718 എന്ന ഒരു കംഫർട്ടബിൾ മെജോറിറ്റിയാണ് ഇപ്പോൾ ആര്യടൻ ഷൗക്കത്തിന് നിലമ്പൂരിലുള്ളത്. നിലമ്പൂരിന്റെ 10 മാസത്തെ MLA ആയി ആര്യടൻ ഷൗക്കത്ത് ഇനി ഉണ്ടാകുമെന്ന കാര്യത്തിൽ സംശയമില്ല. വരുന്ന പൊതുതെരഞ്ഞെടുപ്പിലും ഷൗക്കത്ത് തന്നെ അവിടെ മത്സരിക്കും. അപ്പോൾ അൻവർ എവിടെ എന്നത് നമ്മൾ കൂട്ടിച്ചേർത്ത് വായിക്കേണ്ടി വരും. അൻവർ പിടിച്ച 15000 വോട്ടുകൾ കൂടി ഉണ്ടായിരുന്നുവെങ്കിൽ എന്ന ചോദ്യം രമേശ് ചെന്നിത്തലയോട് മാധ്യമങ്ങൾ ഉന്നയിച്ചപ്പോൾ ഭരണവിരുദ്ധ വികാരത്തിന്റെ ഭാഗമായി വേണമെങ്കിൽ 25000 വോട്ട് എന്റെ ഭൂരിപക്ഷം എന്ന് വേണം പറയാം എന്ന് രമേശ് ചെന്നിത്തല വളരെ കൗതുകത്തോടെ പറഞ്ഞ കാഴ്ച നമ്മൾ കണ്ടു. KPCC അധ്യക്ഷൻ അൻവറിനെ സ്വാഗതം ചെയ്യുന്നു, നമ്മൾ പരോക്ഷമായി സ്വാഗതം ചെയ്യുന്നു നമ്മൾ കണ്ടു. ഇനി VD സതീശന്റെ പ്രതികരണം കേൾക്കണം. അത് വളരെ വ്യക്തമാണ്. 15000-ന് മുകളിൽ വോട്ട് ഇതിനകം അൻവർ പിടിച്ചു കഴിഞ്ഞു. ചെറിയ സംഖ്യ അല്ലത്. 15000-ന് മുകളിൽ വോട്ട് എന്ന് പറയുമ്പോൾ അത് ഓരോ ബൂത്തിലും ഓരോ പഞ്ചായത്തിലും 10%-ന് മുകളിൽ വോട്ട് അൻവർ വാങ്ങി എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. കഴിഞ്ഞ തവണ തെരഞ്ഞെടുപ്പിൽ 8585 വോട്ട് നേടിയ NDA ഇപ്പോൾ എവിടെയുണ്ട്? സൈത്ത്, എന്തെങ്കിലും വിവരമുണ്ടോ BJP കുറിച്ച്? സൈത്ത്, വലിയ തരത്തിലുള്ള ഞാൻ ചോദിച്ചത്, കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 8585 വോട്ട് നേടിയ BJP ചിത്രത്തിൽ എവിടെയെങ്കിലും ഉണ്ടോ? എന്തായാലും ഈ വിഷയത്തിൽ ഇടതുപക്ഷം അവർ പ്രതീക്ഷിച്ച റൗണ്ടുകളിലേക്ക് വരുമ്പോൾ ആ മുന്നേറ്റം ഉണ്ടാവുന്നില്ല എന്ന് വ്യക്തമാണ്. അതാണ് തെരഞ്ഞെടുപ്പ് ചിത്രം. ഇതിനിടയിൽ മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത കൂടി നമുക്ക് പ്രേക്ഷകരിലേക്ക് അറിയിക്കാം. ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടതല്ല എങ്കിൽ കൂടിയും മുൻ മുഖ്യമന്ത്രി CPM-ന്റെ മുതിർന്ന നേതാവ് VS അച്യുതാനന്ദൻ അദ്ദേഹത്തിന്റെ ആരോഗ്യനില മോശമായതിനെ തുടർന്ന് ആശുപത്രിയിൽ പ്രവേശിച്ചു എന്ന വാർത്ത കൂടി ഇതിനിടയിൽ വരുന്നുണ്ട്. ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല എന്നതാണ്, പക്ഷേ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു എന്ന വിവരം കൂടി വരുന്നുണ്ട്. അദ്ദേഹത്തിന് ഹൃദയ സംബന്ധമായ ചില അസുഖങ്ങൾ പെട്ടെന്നുണ്ടായതിനെ തുടർന്നാണ് ആ വാർദ്ധക്യ അസുഖങ്ങളെ തുടർന്ന് അദ്ദേഹം വീട്ടിൽ വിശ്രമത്തിലായിരുന്നു. ഇതിനിടയിലാണ് ഇത്തരം ഒരു വാർത്ത കൂടി വരുന്നത്. വീണ്ടും നമുക്ക് നിലമ്പൂരിലെ തെരഞ്ഞെടുപ്പ് വാർത്തകളിലേക്ക് തന്നെ മടങ്ങി വരുമ്പോൾ ആര്യാടൻ ഷൗക്കത്ത് 11043 എന്ന കണക്കിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. ഭൂരിപക്ഷം ഉയർത്തുന്നു 11041. ആര്യാടൻ ഷൗക്കത്ത് ഭൂരിപക്ഷം ഉയർത്തുന്നു 11041. ക്രമാനുഗതമായി റൗണ്ട് 16ലേക്ക് കടന്നോ സജിത്ത്? ഇത് നിലമ്പൂർ നഗരസഭയിൽ മാത്രമുള്ള കണക്കോ അതോ LDF-ന്റെ വളരെ പ്രധാനപ്പെട്ട 2 പഞ്ചായത്തുകൾ അതും പോയി LDF-ന്റെ കയ്യിൽ നിന്ന്? എന്താണോ? കരുളായി പഞ്ചായത്തിന്റെ കൗണ്ടിംഗ് ആരംഭിച്ചു എന്നാണ് മനസ്സിലാവുന്നത്. പക്ഷേ അതിന്റെ ഒരു അപ്ഡേഷൻ ലഭിക്കാനുണ്ട്. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, കരുളായിലും അമരമ്പലത്തിലും കാര്യമായ പ്രതീക്ഷ വേണ്ട എന്നതാണ് പൊതു ട്രെൻഡ്. കാരണം ഭരണവിരുദ്ധ വികാരമോ അല്ലെങ്കിൽ UDF-ന് അനുകൂലമായ ഒരു തരംഗമോ പൊതുവിൽ നിലമ്പൂരിൽ പ്രകടമായിട്ടുണ്ട്. അത് തന്നെ അവിടെയും പ്രതിഫലിക്കാനാണ് സാധ്യത. ഒരു കാര്യം അറിയാനുള്ളത്, അവിടെ അൻവറിന്റെ ഇടപെടൽ കൂടി വരുമ്പോൾ കൂടുതൽ വോട്ട് ഇടതുപക്ഷത്തിന് ചോർത്തുമോ എന്നതാണ്. അതായത് നമ്മൾ നേരത്തെ കണ്ടതാണ് UDF സ്വാധീന മേഖലകളിൽ അൻവർ UDF വോട്ട് പിടിക്കുന്നതും ഇടത് വോട്ട് സ്വാധീന മേഖലയിലേക്ക് വരുമ്പോൾ ഇടത് വോട്ടുകൾ അൻവർ പിടിക്കുമോ എന്ന ചോദ്യമാണ്. പോത്തുകലിൽ അത് പ്രകടമായിരുന്നില്ല. പക്ഷേ നിലമ്പൂരിലേക്ക് വരുമ്പോൾ അമരമ്പലത്തും കരുളായിലും അത് അങ്ങനെ പ്രകടമാകുമോ എന്നതും പ്രധാനപ്പെട്ട കാര്യമാണ്. എന്തായാലും പ്രതിപക്ഷ നേതാവ് മാധ്യമങ്ങളെ കാണാൻ കാത്തിരിക്കുകയാണ്. അദ്ദേഹം റിസൾട്ടിന് ശേഷം മാത്രമേ മാധ്യമങ്ങളെ കാണൂ എന്ന് അറിയിച്ചിട്ടുണ്ട്. പല ചോദ്യങ്ങളുണ്ട്. കാരണം തെരഞ്ഞെടുപ്പിന് ശേഷമുള്ള രാഷ്ട്രീയം UDF-നെ സംബന്ധിച്ച് 2026-ലെ തെരഞ്ഞെടുപ്പാണ് മുഖ്യം. ആ തെരഞ്ഞെടുപ്പിലേക്ക് തിരിച്ചു വരാൻ കഴിയുന്ന ഭരണരംഗത്തേക്ക് തിരിച്ചു വരാൻ കഴിയുന്ന സാധ്യതയ്ക്ക് ഇടവയ്ക്കുമോ ഈ ഉപതെരഞ്ഞെടുപ്പിൽ UDF-നുണ്ടാവുന്ന നേട്ടം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് തന്നെയായിരിക്കും